വേനലിൽ ദാഹജലവുമായി ഒയിസ്ക ഇന്റർനാഷണൽ പാലക്കാട് ചാപ്റ്ററിന്റെ മാതൃകാ പ്രവർത്തനം. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചുവരുന്ന ഒയിസ്ക പുതിയ പദ്ധതിയായ ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതി ആരംഭിച്ചു. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിനു ചുറ്റും SS അക്കാദമിയുടെ സഹകരണത്തോടുകൂടിയാണ് വെള്ളം നിറയ്ക്കുന്ന പദ്ധതി നഗരസഭാ അധ്യക്ഷൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും കൂടുതൽ എനർജിയുള്ള സമയമുള്ള ആക്ടിവിറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അത്തരത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത ആക്ടിവിറ്റികളിൽ ഏറ്റവും മനോഹരവും പ്രകൃതിയോട് നമ്മുടെ കൂറ് പുറത്തുമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ ഒരു ആക്ടിവിറ്റി. ഇതിന് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിർബന്ധ ബുദ്ധിയായിരിക്കാം, സ്വമേധയാ നിങ്ങൾ തയ്യാറായി വന്നായിരിക്കാം, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിൽ പ്രകൃതി നന്മകൾ നിലനിർത്താനുള്ള നിങ്ങളുടെ യജ്ഞത്തിന് ആദ്യമായിട്ട് നിങ്ങൾ ഏവരെയും മുൻകൈയെടുത്തെന്ന് ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു അവസരം ഈ സ്കൂളിൽ അടിച്ചാലും പെട്ടെന്ന് നിർത്തില്ല കേട്ടോ. കുറച്ച് വാക്കുകൾ പറയും. നമ്മുടെ പ്രകൃതി ചംക്രമണ വ്യവസ്ഥയിൽ ഏതൊരു ചരാചരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒട്ടേറെ നന്മകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ അങ്ങാടിക്കുരുവുകളും നമ്മുടെ ചെറുപക്ഷികളും നമ്മുടെ ചിവീടുകളും കൊച്ചു തവളുകളും ഇതെല്ലാം ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രകൃതി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത ചര്യത്തിന് വേണ്ടി കഴിഞ്ഞു നൽകിയിട്ടുള്ള വസ്തുക്കളാണ്. ഒന്നും ഇല്ലാതാവാൻ പാടില്ല എന്നുള്ളത് പ്രകൃതി നിയമമാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മുറവിളി നിൽക്കുന്ന ഒന്നാണ് തെരുവുനായ പ്രശ്നം. തെരുവുനായ പ്രശ്നം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് നിയന്ത്രിക്കേണ്ട നിയമങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഒയിസ്ക ചാപ്റ്റർ പ്രസിഡന്റ് എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പാർക്ക് കമ്മിറ്റി ചെയർമാൻ KR ചന്ദ്രൻ, മുൻ ഒയിസ്ക സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് B ജയരാജൻ, PS മുരളീധരൻ, അഡ്വക്കേറ്റ് ശാന്താദേവി, ശ്രീവത്സൻ, സുനിത ഗോപിനാഥ്, ശശികല വാസുദേവൻ, സാവിത്രി വത്സൻ എന്നിവർ സംസാരിച്ചു. SS അക്കാദമിയിലെ അധ്യാപകരടക്കം 60ഓളം പേർ പങ്കെടുത്തു.